ഹായ് ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ മറ്റൊരു മൂവി ആയിട്ട് എത്തിയിരിക്കുകയാണ് ഐസ് വൈറ്റ് ഷർട്ട്. 1999 സ്റ്റാൻലിൻ കുബ്രിക് സംവിധാനം ചെയ്ത സിനിമയാണ് ഐസ് വൈറ്റ് ഷർട്ട്. ഇതിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത് ടോം ക്രൂസും ടോം ക്രൂസിന്റെ തന്നെ ഭാര്യയായ നിക്കോളെ കിഡ്മാനും ആണ്. അപ്പൊ ഈ ഒരു മൂവി ഇപ്പോഴത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പൊ കുറെ നടക്കുന്ന സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ട് പല ചർച്ചകളും പല കോൺസ്പിറസി തിയറീസ് ഒക്കെ വന്നിരിക്കുന്ന ഒരു മൂവിയാണ്. അപ്പൊ ഐസ് വൈറ്റ് ഷർട്ട് എന്ന മൂവിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐസ് വൈറ്റ് ഷർട്ട് എന്ന മൂവി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുന്നേ നമ്മൾ പ്രധാനമായി പറയേണ്ട ഒരു കാര്യമാണ് ഈ മൂവിയുടെ ഡയറക്ടറിനെ പറ്റിയിട്ട്. സ്റ്റാൻലിൻ കുബ്രിക് ആണ് ഈ മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മൂവീസ് എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മൂവീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ടോപ്പിക്സ് ആണ് പവർ അബ്യൂസും വയലൻസും സൈക്കോളജിയും. പ്രത്യേകിച്ച് നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു സൈഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള ടോപ്പിക്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്ത ഒരു ഡയറക്ടറാണ്. പുള്ളിയുടെ മൂവീസ് ആയ 2001 സ്പേസ് ഒഡീസി മുതൽ ദി ഷൈനിങ് വരെ എടുത്തു നോക്കിയാൽ ഈ ടോപ്പിക്സ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. അപ്പോ ഐസ് വൈറ്റ് ഷർട്ട് എന്ന് പറയുന്ന മൂവിയിലോട്ട് വരുമ്പോൾ ഈ മൂവിയുടെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് ദിസ് വാസ് ലാസ്റ്റ് മൂവി ഓഫ് സ്റ്റാൻലിൻ കുബ്രിക്. ഈ മൂവിന്റെ ഫൈനൽ കട്ട് പ്രൊഡ്യൂസേഴ്സ് ആയ വാർണർ ബ്രോസിന് കൊടുത്തു. അതിന്റെ സ്ക്രീനിങ് കഴിഞ്ഞു. 6 days കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഇതിന്റെ പിറകെ ഉണ്ട്. ലൈക്ക് പുള്ളിയുടെ ആ ഒരു ഡെത്തിന്റെ ബേസ് ചെയ്തിട്ടും പിന്നെ ഈ നമ്മളിപ്പോ കാണുന്ന ഐസ് വൈറ്റ് ഷർട്ട് എന്ന് പറയുന്ന മൂവിയുടെ ഫൈനൽ കട്ട് ഇതല്ലായിരുന്നു, ചേഞ്ചസ് വരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഐസ് വൈറ്റ് ഷർട്ട് എന്ന മൂവിയും അദ്ദേഹത്തിന്റെ ഈ ഡയറക്ടറിന്റെ ഡെത്തും എല്ലാം ഭയങ്കര മിസ്റ്ററിയാണ്. ഐസ് വൈറ്റ് ഷർട്ട് എന്ന് പറയുന്ന മൂവിയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ ഈ മൂവിയിലെ പ്രധാന കഥാപാത്രത്തിൽ എത്തുന്നത് ടോം ക്രൂസും അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന നിക്കോളെ കിഡ്മാനും ആണ്. ടോം ക്രൂസിന്റെ ക്യാരക്ടർ നെയിം ആണ് ഡോക്ടർ ബിൽ ഹാരോൾഡ്. ഭാര്യയുടെ പേര് വരുന്നത് ആലിസ് ഹാരോൾഡ് എന്ന. അവർക്കൊരു മകളുണ്ട്. അപ്പോൾ ഈ പടത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇറ്റ് ഹാസ് ഗിന്നസ് റെക്കോർഡ് ഓഫ് ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ഫിലിം ഷൂട്ട് എന്നൊരു ഗിന്നസ് റെക്കോർഡും ഉണ്ട്. അപ്പൊ നമ്മൾ മൂവിന്റെ ഒരു സബ്ജക്ട്സിലോട്ട് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിലീഗോ ഉണ്ട്, സെക്ഷുവാലിറ്റി ഉണ്ട്, ഇലൈറ്റ് സൊസൈറ്റിയുടെ ഒരു സീക്രസി ഉണ്ട്. അത്തരത്തില് പറയുന്ന ഒരുപാട് എന്താ പറയാ കൊള്ളുന്ന സബ്ജക്ട്സ് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിൽ സബ്ജക്ട്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ഐസ് വൈറ്റ് ഷർട്ട്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഈ മൂവിയില് സ്റ്റാർട്ടിങ്ങില് ഒരു ലവിങ് കപ്പിളായ ടോം ക്രൂസും വൈഫും ബിൽ ആൻഡ് ആലീസ് ഒരു പാർട്ടി, പുള്ളി ഒരു ഡോക്ടർ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു ക്ലയന്റിന്റെ ഒരു പാർട്ടിയിലോട്ട് പോകുന്നു. അവര് ലൈക്ക് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ദേ ആർ ട്രൂ ടു ഈച്ച് അതർ. അങ്ങനത്തെ രീതിയിൽ പോകുന്നു. അപ്പോൾ ബിൽ എന്ന് പറയുന്ന ഹസ്ബൻഡിന്റെ മനസ്സിൽ വൈഫ് എപ്പോഴും ഓൾവേസ് ഹോണസ്റ്റ് ആയിരിക്കും, അത്രയും പ്രതീക്ഷ കൊടുത്തതിന്റെ അപ്പുറം ആണ് എന്നുള്ളൊരു ചിന്തയാണ് ഈ മൂവിയിലേക്ക് ഫസ്റ്റ് പാർട്ടിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു ഇലൈറ്റ് സീക്രട്ട് സൊസൈറ്റിയുടെ പറ്റിയിട്ടൊക്കെ പറയുന്നത്. ഒരു വിമൻ പെർസ്പെക്റ്റീവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൂവിയിൽ നമുക്ക് വിമനെ കൂടുതലും സെക്ഷുവലൈസ് ചെയ്തതായിട്ട് കാണപ്പെടാൻ പറ്റും. ഇപ്പൊ നിക്കോളെ കിഡ്മാന്റെ ക്യാരക്ടറായ ആലിസ് ഹാരോൾഡ് ആണ് ഈ മൂവിയിൽ ഭയങ്കര ബോൾഡ് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ക്യാരക്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. പുള്ളിക്കാരത്തി ഷീസ് ഹോണസ്റ്റ്, ഷീസ് ലോയൽ, പക്ഷെ ഷീസ് വെരി മച്ച് ഹോണസ്റ്റ് അബൌട്ട് ഹെർ ഡിസയേഴ്സ്. ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബിൽ എന്ന് പറയുന്ന ടോം ക്രൂസിന്റെ ക്യാരക്ടറിന് ഭാര്യനോട് അത്രയും മാത്രം വിശ്വാസമാണ്. പക്ഷെ തന്റെ ഭാര്യ അവർക്കുള്ള ഒരു ഡിസയർ ഓപ്പൺ ആയി വരുമ്പോൾ ഒരു ഡൗട്ട് ഉള്ളിലോട്ട് വരുന്നു. അപ്പൊ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വിമന്റെ ഹോണസ്റ്റിയും മെയിലിന്റെ ഒരു മെയിൽ ഈഗോ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു 2 ഫീലിങ്സ് ആണ്. അത് നന്നായിട്ട് നമുക്ക് മൂവിയിൽ മനസ്സിലാവും. ലൈക്ക് ആ ഒരു നിക്കോളയുടെ അല്ലെങ്കിൽ ആലീസിന്റെ ആ ഒരു ക്യാരക്ടർ
ഓപ്പൺ ആയിട്ട് ആളുടെ ഒരു വിമൻ പെർസ്പെക്റ്റീവ് അബൌട്ട് സെക്ഷുവാലിറ്റി ഓപ്പൺ ആയിട്ട് സ്വന്തം ഹസ്ബൻഡിനോട് പറയുമ്പോൾ ഹസ്ബൻഡിന് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ രണ്ടിടത്തും നമുക്ക് ഹസ്ബൻഡിന്റെ ഒരു ഡിലേമയാണ് ശരിക്കും നമുക്ക് മനസ്സിലാവുക. കാരണം അവർക്ക് വൈഫ് അങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ ആളുടെ ഓണസ്റ്റി നമ്മൾ സമ്മതിച്ചു കൊടുക്കും വേണം. ആ ഒരു ഡിലേമയിലാണ് ടോം ക്രൂസ് എന്ന് പറയുന്ന ആള് എത്തുന്നത്. ആലിസ് ഹാരോൾഡ് എന്ന് പറയുന്ന ക്യാരക്ടർ അല്ലാണ്ട് വേറെ കുറെ വിമൻ ക്യാരക്ടറിനെ നമുക്ക് ഈ മൂവിയിൽ കാണാൻ പറ്റും. ഈ ആലിസ് ഹാരോൾഡിന്റെ ആ ഒരു ഹോണസ്റ്റി കാരണം കൊണ്ട് ആ ഒരു മെയിലീഗോ വർക്കായി ബില്ലില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആള് മീറ്റ് ചെയ്യുന്ന എല്ലാ വിമനെയും സെക്ഷലൈസ്ഡ് ആയിട്ട് സമീപിക്കാൻ തുടങ്ങി. ബട്ട് അപ്പോഴും നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ആൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒരു രീതിയിൽ ഒരു ഇന്റിമസി വേണമെന്നില്ല. പക്ഷെ ഈ ഒരു മെയിൽ ഈഗോയും ആലീസിന്റെ ആ ഹോണസ്റ്റിയുടെ ആ ഒരു ബിറ്റർ ട്രൂത്തും എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ട് ആൾക്ക് വരുന്ന ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂസ് കാരണം കൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഏറ്റവും ടെറിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഏറ്റവും ഡാർക്കസ്റ്റ് സൈഡിലോട്ട് ബില്ലെത്തുന്നത്. ദാറ്റ് ഈസ് വാട്ട് വി കോൾഡ് ഇലൈറ്റ് സീക്രസി. അപ്പോൾ അതാണ് പിന്നെ മൂവിയിലേക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഞെട്ടിക്കുന്ന രീതിയിലോട്ട് എത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലക്സിന്റെ ആ ഒരു സെക്ഷൽ ഡിസയറിന്റെ കൺഫെഷന് ശേഷം ബില്ലി ഇതേപോലെ പല വിമനെ മീറ്റ് ചെയ്യുന്നു. അവിടുന്ന് പോയി ബില്ലിന്റെ ഒരു ഫ്രണ്ടിനെ വഴി ഒരു സീക്രട്ട് പാർട്ടീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ സീക്രട്ട് സൊസൈറ്റിനെ പറ്റിയിട്ട് പുള്ളിക്കാരൻ അറിയുന്നു. ഒരു മാസ്ക്ഡ് ആയിട്ടുള്ള വിമനും മെന്നും കൂടെ വരുന്ന ഒരു സീക്രട്ട് സൊസൈറ്റി. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു റിച്വൽ ആയിട്ട് സെക്ഷ്വാലിറ്റീനെ ഒരു റിച്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഇലൈറ്റ് ആയിട്ട് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഇലൈറ്റ് ആയിട്ടുള്ള പീപ്പിള് വിമനെ ഒരു ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള ഒരു രീതിയിൽ കാണാൻ പറ്റുന്നത്. അവിടെയുള്ള എല്ലാ ആൾക്കാരും മാസ്ക് ആണ് ചെയ്തേക്കുന്നത്. ആരാ ലൈക്ക് വിമൻ ആയാലും മെന്നായാലും ആരാന്ന് പരസ്പരം മനസ്സിലാകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഹ്യൂമാനിറ്റിയുടെ ഡാർക്കസ്റ്റ് സൈഡാണ് ഈ ബില്ലിന്റെ മുന്നിൽ റിവീൽ ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കുമ്പോൾ മൂവിയുടെ ലാസ്റ്റിലേക്ക് ചെല്ലുമ്പോൾ ബില്ല് ഭയങ്കര അവിടെ നിന്ന് ബില്ലിനൊരു പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ ബില്ലിന് ഭയങ്കര പേടിയാവാൻ തുടങ്ങി ഇവരെ കൊല്ലോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് നമുക്ക് അവസാനത്തിൽ എത്തുമ്പോൾ ഇതൊക്കെ ഇല്യൂഷൻ ആണ്, ആ കുട്ടി അങ്ങനെയല്ല മരിച്ചെന്നുള്ള രീതിയിലൊക്കെ ഒരാൾ വന്നിട്ട് സ്ഥാപിക്കാൻ നോക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അപ്പുറം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള സീക്രട്ട് സൊസൈറ്റീസിനെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് തിയറീസും ഇപ്പൊ പ്രത്യേകിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞ പോലെ എപ്സ്റ്റൈൻ ഫയൽസിന്റെ ആ ഒരു റിവീലും ആ ഒരു കുറെ റിലീസിന് ശേഷം തന്നെ ഈ ഒരു മൂവിയുടെ ഒരു ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. കാരണം ആ എപ്സ്റ്റൈൻ ഫയൽസിൽ പറയുന്നതും ഇത്തരത്തിലൊരു സീക്രട്ട് സൊസൈറ്റിയും സെക്ഷുവാലിറ്റിയുടെ ബേസ് ചെയ്തിട്ടാണ്. അതിന്റെ ഒരു വേറൊരു ഡാർക്കസ്റ്റ് വേർഷൻ ആണ് നമുക്ക് ഈ മൂവിയിൽ കാണാനും പറ്റുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ മൂവി വാച്ചബിൾ ആണ്, നിങ്ങൾ കണ്ടിരിക്കുന്ന മൂവിയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൂവി ഇപ്പൊ എപ്സ്റ്റൈൻ ഫയൽസ് റിലീസ് ചെയ്തപ്പോ ആ ഒരു എപ്സ്റ്റൈൻ ഫയൽസ് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ടോപ്പ് ലീഡേഴ്സിന്റെയും പൊളിറ്റിക്കൽ ഫിഗേഴ്സിന്റെയും പബ്ലിക് ഫിഗേഴ്സിന്റെ പേരെല്ലാം കുറെ കോൺട്രവേഴ്സിലേക്ക് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഡിസ്കഷനും അതിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മൂവി ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് ഈ മൂവിയിൽ ബില്ലിനെ വാൺ ചെയ്തിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, ഇഫ് ഐ ടോൾഡ് യു ദെയർ നെയിംസ് യു വുഡന്റ് സ്ലീപ് സോ വെൽ. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഡെപ്ത് മനസ്സിലാവും. ലൈക്ക് ആ പേരുകൾ കേട്ടാലും നമുക്ക് തന്നെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും എന്നാണ് പറയുന്നത് ഈ സീക്രട്ട് സൊസൈറ്റീസിന്റെ ഉൾപ്പെട്ട ആൾക്കാരുടെ പേര് കേൾക്കുമ്പോൾ. അപ്പൊ അത്രയും പവർഫുൾ ആയ ആൾക്കാരായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ മൂവിയുടെ ഇപ്പോഴത്തെ റെലവൻസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ പവർ അബ്യൂസ് കാണാൻ പറ്റും. ലൈറ്റ് ആയിട്ട് നമ്മള് റോൾ മോഡൽസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാരെ തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ കാണാം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പവർ അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു മെന്റാലിറ്റിനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എപ്സ്റ്റൈൻ ഫയൽസ് റിലീസ് ചെയ്തതിന് ശേഷം ഈ മൂവി
കാണണം പറഞ്ഞിട്ട് റെക്കമെൻഡേഷൻ ഞാൻ ഒരുപാട് കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ ഞാൻ കണ്ട ഒരു മൂവിയാണിത്. അപ്പൊ നിങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ ഈ മൂവി കാണണം. ഈ എപ്സ്റ്റൈൻ ഫയൽസിന് ബന്ധപ്പെട്ടതല്ലാണ്ട് ടോം ക്രൂസിന്റെ നല്ലൊരു മൂവിയാണ്. ലൈക് ഹ്യൂമൻ ബീങ്സിന്റെ ആ ഒരു സൈക്കോളജി നമുക്ക് മനസ്സിലാവാനും എത്രത്തോളം നമ്മുടെ പവർ അബ്യൂസ് ഉണ്ട്, എത്രത്തോളം നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ഒരു വയലന്റ് നേച്ചറിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. കണ്ടവര് അവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.